ഹലോ ഗായ്സ്, നമ്മളിന്ന് നാലമ്പല ദർശനം നടത്താനായിട്ട് പോവാണ്. സോ ഞാനും അമ്മയും റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇവിടെ നമ്മുടെ അടുത്ത് ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അവിടുന്ന് എല്ലാവരും കൂടെ ട്രാവലറിന് പോവാണ്. ഇവിടുത്തെ അമ്പല കമ്മിറ്റി സെറ്റാക്കിയതാണ്. ട്രാവലറിനായിരുന്നു ഞങ്ങൾ പോയത്. ഒരു 8:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തി. കഴിഞ്ഞ തവണ നമ്മൾ പോയപ്പം ഞായറാഴ്ച തന്നെയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഇവിടുന്ന് നേരിട്ടുള്ള കവാടത്തിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ കയറിപ്പോയി. അകത്തെ ക്യൂ ഒക്കെ ഉള്ളായിരുന്നു. ഇത് കണ്ടപ്പോൾ ഞങ്ങളിനി ഏത് ക്യൂവിൻ്റെ അവിടം വരെ പോയി നിൽക്കണം എന്നൊക്കെ ആലോചിച്ച് ഞങ്ങളിങ്ങനെ നോക്കി നടക്കുമായിരുന്നു. അത്യാവശ്യം കുറേ ദൂരം നടന്നതിന് ശേഷമാണ് നമുക്ക് ക്യൂവിൽ കയറി നിൽക്കാൻ പറ്റിയത്. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ കവാടത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അമ്പലത്തിൻ്റെ അകത്തും അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ വെളിഭാഗമാണ്. അകത്തോട്ടും ഇതകത്താണ്. അവിടെയും നല്ല ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും നേരം നമ്മൾ ഒരു ഒന്നര മണിക്കൂറോളം നമ്മൾ ക്യൂവിലൊക്കെ നിൽക്കുന്നതല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ അന്നദാനം കഴിച്ചു. പിന്നെ നമ്മൾ അടുത്തത് പോയത് ലക്ഷ്മണ ക്ഷേത്രത്തിലാണ്. അവിടെയും ചെന്നപ്പം അത്യാവശ്യം ചെറിയ തിരക്കേ ഉള്ളായിരുന്നു. പക്ഷേ അവിടെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ മഴയാണ്. മഴ ഭയങ്കരമായിട്ട് പെയ്യാൻ തുടങ്ങി. ശരിക്കും മഴ പെയ്തു. ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ നല്ലപോലെ നമുക്ക് തൊഴാനൊക്കെ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഭരതക്ഷേത്രത്തിലാണ്. ഇതിപ്പം നമ്മൾ ഭരതക്ഷേത്രത്തിലാണ്. നമ്മൾ ഇച്ചിരി താമസിച്ചു. കാരണം മഴയും തിരക്കും നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഇവിടെ ഇതിപ്പോൾ നമ്മൾ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലെത്തി. ഇവിടെ രണ്ടു കഴിഞ്ഞ് നമ്മൾ വീണ്ടും രാമക്ഷേത്രത്തിൽ തന്നെ പോകണം. എന്നാലേ നാലമ്പല ദർശനം പൂർത്തിയാവുകയുള്ളൂ. തിരിച്ച് നമ്മൾ വീണ്ടും രാമക്ഷേത്രത്തിലെത്തി. നമസ്തേ. മുണ്ടക്കയം അമരാവതി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ഏറെ വർഷങ്ങളായി നമ്മൾ നാലമ്പല ദർശനം കർക്കിടക മാസത്തിൽ നടത്തി വരുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ കാര്യദർശിയായ പ്രിയ ശശിധരൻ, നമ്മുടെ സ്വന്തം ശശിചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. ശശിചേട്ടൻ ഈ ഒരു തീർത്ഥാടനത്തിനെ പറ്റിയും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും എന്തുകൊണ്ടാണ് ശശിചേട്ടൻ ഇങ്ങനെ ഈ കാര്യങ്ങളിലേക്ക് മുൻഗണന കൊടുത്ത് നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, എന്താണ് ഈ നമ്മുടെ നാലമ്പല ദർശനത്തെ പറ്റിയും അതുപോലെ തന്നെ കഴിഞ്ഞ എത്ര വർഷങ്ങളായിട്ടാണ് ശശിചേട്ടൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഒന്ന് പറയാമോ? നമസ്കാരം. നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് അമരാവതി ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ എല്ലാ വർഷവും ഇവിടെ നാലമ്പല ദർശനം നടത്താറുണ്ട്. രാമപുരം, കൂടപ്പുറം, അമരകര, മേതിരി എന്നീ 4 ക്ഷേത്രങ്ങൾ ദർശിച്ച് നാലാമത് നമ്മൾ അവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ട് രാമപുരത്ത് വന്ന് ക്ഷേത്ര ദർശനം നടത്തി കഴിയുമ്പോൾ നമ്മുടെ ദർശനം പൂർത്തിയാകുന്നു. ഇങ്ങനെയാണ് നമ്മൾ എല്ലാ വർഷവും വന്ന് പോകാറുള്ളത്. എല്ലാവർക്കും നല്ല സഹകരണമുണ്ട്. എല്ലാ വർഷവും നമ്മൾ വന്നതല്ല ആൾക്കാരും പങ്കെടുപ്പിച്ചുകൊണ്ട് എത്താറുമുണ്ട്. മുന്നോട്ട് ഇതുപോലെ തന്നെ ഉണ്ടാകും. ഇനി പറഞ്ഞാൽ നമുക്ക് ഗുരുവായൂർ തീർത്ഥാടന പ്രവർത്തനം നമുക്ക് ആഗ്രഹമുണ്ട്. അത് എല്ലാവരെയും ഇടയ്ക്ക് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. 4 അമ്പലങ്ങളുടെയും സൈഡിലായിട്ട് ഇങ്ങനെ പല പല വെച്ചുവാണിക്കടകളും പല പല സാധനങ്ങൾ ഇങ്ങനെ വിൽക്കുന്ന കടകളുണ്ടായിരുന്നു. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. തിരിച്ചു പോകുമ്പോഴും മഴ അത്രയും കുറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ നാലമ്പല ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.